ദോശയുടെ കൂടെയും അല്ലെങ്കിൽ ഇഡ്ലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ചട്നിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടൊമാറ്റോ ഗാർലിക് ചട്നിയാണ് ഞാനിന്ന് സത്തൺമണിയിൽ കൂടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ ഗാർലിക് ചട്നി നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് ട്രഡീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ, പിന്നെ എളുപ്പത്തിലൊരു തട്ടിക്കൂട്ട് രീതി കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ തട്ടിക്കൂട്ട് രീതി ഇപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലൊക്കെ ചട്നി തയ്യാറാക്കുന്നവർക്ക് വളരെ ഹെൽപ്പായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സത്തൺമണിയിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്, അത് മീഡിയം സൈസുള്ള തക്കാളി. പിന്നെ ഒരു ചെറിയൊരു സവാള ഇതുപോലെ കുത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തായാലും ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആയിരിക്കണം ഈ ചട്നിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്, തക്കാളിയുടേതല്ല. അപ്പോൾ തക്കാളി ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അതൊരു തക്കാളി ചട്നി പോലെ ആയിപ്പോവും. അപ്പം ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് അരക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുന്നതാണ്, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിത് സൈഡിലോട്ട് മാറ്റാം. ഒരുപാടൊന്നും അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തക്കാളി ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അരച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്തായാലും ഇവിടെ കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ പാൻ എടുക്കാം, അതിലേക്ക് എണ്ണ ചൂടാക്കുക. അപ്പോൾ എണ്ണ 2 ടീസ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ കുറച്ചധികമാണെങ്കിൽ ടേസ്റ്റ് കൂടും, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്കൊരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടിയാണെങ്കിൽ ലാസ്റ്റ് ഉലുവപ്പൊടി ആഡ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന, അതായത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റണം. നിങ്ങൾ അരച്ചെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഈസി. എല്ലാം കൂടെ ലാസ്റ്റ് നിങ്ങൾക്ക് അരച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് അധികം ആഡ് ചെയ്യാം, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം അതിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമ്മൾ ഇത് രണ്ടും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അത് നമ്മുടെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരുപാടൊന്നും ഓണിയൻ ആഡ് ചെയ്യരുത്, കുറച്ച് മതിയാവും. അപ്പോൾ മീഡിയം സൈസുള്ള സവാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. വലിയ സവാളയാണെങ്കിൽ 1/4 ഭാഗം മതിയാവും. അത്രയും സവാള ഇതിനകത്ത് ആവശ്യമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങാം. ഇത് ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ കശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ടത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറണം, പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റണം.
ഇത് നമ്മൾ വഴണ്ട് കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ എന്തായാലും നമ്മൾ തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് വരണം, വെന്ത് ഉടഞ്ഞ് കിട്ടണം, അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിതിനകത്തേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, തക്കാളിയിലകത്തുള്ള വെള്ളം തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയി പോകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഒഴിക്കരുത്, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് കറക്കി എടുക്കാവുന്നതാണ്. ചട്നിയുടെ പരുവത്തിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഇവിടെ നിർത്തുവാണ്, ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയിൽ കറക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു രീതി, ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാണ്. പിന്നെ ഇനി അടുത്തത് ഒരു തട്ടിക്കൂട്ട് രീതിയാണ്. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചട്നി തയ്യാറാക്കുന്നതെങ്കിൽ ഇത്രയും പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ട ആവശ്യം വേണ്ടി വരില്ല. കാരണം നമ്മൾ താളിച്ച് ഒഴിക്കുമ്പോഴും ഒക്കെ ചിലപ്പോൾ അധികമായി. ഇപ്പോൾ നമ്മൾ മിനിമം ക്വാണ്ടിറ്റിയിൽ എടുത്താൽ തന്നെ ഇത് അധികം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു രീതി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ വെളുത്തുള്ളി കുറച്ച് അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ അല്ലിയാണ്, ഞാൻ മുമ്പ് ചെയ്തതിന് വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ചെറിയ അല്ലിയാണ്. അപ്പോൾ ഇത്രയും വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ക്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്തായാലും ഞാൻ രണ്ടും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുവാണ്. അതേപോലെ തന്നെ ഒരു വലിപ്പമുള്ള തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പുളിക്ക് അത്യാവശ്യത്തിന് എടുക്കാം, നിങ്ങൾക്ക് 1 2 എടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു തക്കാളിക്ക് ആവശ്യമുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ആ ഒരു സമയത്ത് നമുക്ക് പാനിൽ എണ്ണ ചൂടാക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ താളിക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് കടുക് താളിക്കാം, ഞാനത് ചെയ്യുന്നില്ല. കടുകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പേസ്റ്റായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുക. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാം, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ എണ്ണയിലിട്ടിട്ട് ഇത് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിലിടുന്ന സമയത്തൊന്ന് സൂക്ഷിക്കുക, എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് സൂക്ഷിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം, അത് തക്കാളിയുടെ പച്ചമണം മാറണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെളുത്തുള്ളിയുടെയും പച്ചമണം പോകണം, അതേപോലെ തന്നെ തക്കാളിയുടെയും പച്ചമണം പോകണം. അതിനെ അനുസരിച്ചിട്ട് നന്നായിട്ടത് വേവിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഡ്രൈ ആയി പോവും, പക്ഷേ വെന്ത് വരില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊടികളിൽ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഡ്രൈ ആയി വരുന്നുണ്ട്. നല്ല മണമാണ് ഇപ്പോൾ ഇവിടെ. നമ്മുടെ ചട്നിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പച്ച ടേസ്റ്റ്, അതായത് ആ ഒരു പച്ച മണമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി വേർഷനാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അതേപോലെ തന്നെ ഗോതമ്പ് ദോശക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നോർമൽ ദോശ ആയാലും ഇഡ്ഡലി ആയാലും എല്ലാം
ടേസ്റ്റിയാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒരേ ചട്നി 2 രീതിയിൽ തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.